ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 1 kg വെയിറ്റ് വരുന്ന മാംഗോ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മാംഗോ ഫ്ലേവർ നല്ല ടേസ്റ്റുള്ള ഫ്ലേവറാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേക്കിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് മേലെ ട്രിപ്പിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓരോ കേക്കും അതിൻ്റേതായ ഡിസൈനിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന് കസ്റ്റമൈസേഷൻ ഉള്ള കാരണം മേലെ ഫുൾ വൈറ്റ് ക്രീമിൽ നമ്മൾ കേക്കൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ കേക്കൊന്ന് നമ്മൾ കുറച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പേരെഴുതാം. കേക്കിലേക്കുള്ള പേര് നമ്മൾ ഈ ഒരു മോൾഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിലിക്കോൺ മോൾഡിൽ ആദ്യം നമ്മൾ കുറച്ച് കോൺഫ്ലോർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായി വിരലുകൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സ്കൈയിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് വെടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ പേര് ഫുള്ളും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്മോൾ സൈസ് ഷുഗർ ബോളും അതേപോലെ കുറച്ച് വലുതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടെടുക്കുന്നത്. അങ്ങനെ ഇതിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും വെക്കാനുണ്ട് കേട്ടോ. പേര് നമ്മൾ ഇതേപോലെ ബേസിൻ്റെ താഴത്താണ് പേര് കൊടുക്കുന്നത്. ഇഷ്വ ഐറിൻ എന്നാണ് പേര്. അപ്പോൾ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണിത്. ഇപ്പോൾ റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രഷ് ഫ്ലവർ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവർ മാറ്റിയിട്ട് വേണം കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ നമ്മളൊരു നമ്പർ ടോപ്പറും ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക.